ഹലോ ഫ്രണ്ട്സ്, അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പം ഇതുപോലുള്ള നോർമൽ പെൻസിൽസിന് പകരം നല്ല കിടിലൻ മേക്ക് ഓവറോട് കൂടിയുള്ള 3 പെൻസിൽസ് കൊണ്ടുപോവാം. ആദ്യം ഞാൻ ലാവൻഡർ കളറിലൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇതേപോലെ തന്നെ പകുതിയായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതിൽ ഞാനൊരു ബട്ടർഫ്ലൈൻ്റെ ഹാഫ് പോർഷൻ വരയ്ക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് മാർക്കർ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഒരേപോലെ തന്നെ കിട്ടും. ഇതിൻ്റെ ബോർഡർ ഒന്ന് നല്ല രീതിയിൽ ഡാർക്കൺ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള ഡിസൈൻസ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം, നോർമലായിട്ട് നമ്മൾ ബട്ടർഫ്ലൈസിന് ചെയ്യുന്നത് പോലെ. ഇനി അങ്ങോട്ട് കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ്സ് കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ കുറച്ച് ചെറിയ സൈസിൽ ഇതേപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ കൂടി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരുപോലെ തന്നെ ഡിസൈൻസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചൊരു ഭംഗി അതിന് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേണം കിട്ടാനായിട്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട്. എന്നിട്ട് ഈ വലുതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറുത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ സെയിം കളർ പേപ്പറിൽ നിന്ന് ഇതേപോലെ ഒരു കുഞ്ഞ് പീസ് കൂടി എടുത്തിട്ട് നമ്മൾ ഏത് പെൻസിലിനാണോ മേക്ക് ഓവർ കൊടുക്കേണ്ടത് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എത്ര അളവ് വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതൊന്ന് ഗം വെച്ചിട്ട് ഒട്ടിക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈസ് കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പെൻസിലിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് വേറെ ഗം വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം നമ്മൾ കറക്റ്റ് അളവെടുത്തിട്ടാണല്ലോ ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പെൻസിൽ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പെൻസിലിൻ്റെ ലുക്ക് ആകെ മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ളൊരു പെൻസിലായിട്ടുണ്ട്. കളർ പേപ്പർ ഇല്ലെങ്കിൽ വൈറ്റ് കളർ പേപ്പറിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയ നോക്കാം. ഇത് ഒരു യൂണിക്കോൺ തീമിലാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാനൊരു വൈറ്റ് പേപ്പറിൽ പെൻസിൽ വെച്ചിട്ട് യൂണിക്കോണിൻ്റെ ഇമേജ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ബ്ലാക്ക് കളറിലുള്ള മാർക്കർ വെച്ചിട്ട് ആ ബോർഡർ ഒന്ന് നല്ല കട്ടിയിൽ വരച്ചു കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഇമേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം വരച്ചു കൊടുത്താൽ മതി. വളരെ എളുപ്പമാണിത്. ഇനി ഇതിന് കളേഴ്സ് കൊടുക്കാം. അപ്പോൾ ഞാൻ ടോപ്പ് പോർഷനിൽ തന്നെ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. സ്കെച്ച് പെൻ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഒരു റോസ് കളർ കൊടുക്കാം. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന പിക്ക് റെഫറൻസ് വെച്ചിട്ടാണ് ഞാനിത് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ സെയിം കളേഴ്സാണ് ഞാൻ ഇതിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതേപോലെ തന്നെ കളർ കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ ഐഡൻറ്റിക്കലായിട്ട് ഒരെണ്ണം കൂടി ചെയ്തെടുക്കണം. ഒന്നിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വരച്ച് വരുമ്പോൾ അത് മനസ്സിലായിക്കോളും. ഒന്ന് വരച്ചതുപോലെ തന്നെയാണ് മറ്റേത് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബാക്ക് സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേണം വരയ്ക്കാൻ. ഇനി മേക്ക് ഓവർ കൊടുക്കേണ്ട പെൻസിൽ ഇതേപോലെ തന്നെ അതിൻ്റെ ടോപ്പ് പോർഷൻ ഇവിടെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു ചുറ്റിലും ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഡെക്കറേഷൻ ഐഡിയയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി യൂണിക്കോൺ തീമിലാണ് ഈ ഒരു മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തേത് കുറച്ചുകൂടി സിമ്പിളായിട്ടൊരു ഫ്ലവർ തീമിലാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതേപോലെ കുറച്ച് റാ ഷേപ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. സെൻറ്ററിലേക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പെൻസിൽ എടുക്കാം. ഞാനിവിടെ ഒരു അപ്സര പെൻസിലാണ് എടുത്തിട്ടുള്ളത്. പെൻസിലിൻ്റെ ടോപ്പ് പോർഷനിൽ ആദ്യം തന്നെ ഗമ്മ് തേക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫോം ഷീറ്റിൻ്റെ ഒരു എൻഡിൽ നിന്ന് ഇതേപോലെ മടക്കി കൊണ്ടുവരാം. അപ്പോൾ ഒരു റോസ് ഫ്ലവർ ആവുന്ന രീതിയിലാണ് നമ്മൾ മടക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് മടക്കി കിട്ടും. ഓരോ ഭാഗത്ത് ഗമ്മ് തേക്കാൻ വേണ്ടി മറക്കരുത്. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുള്ളൂ. എൻ പോർഷനിലും ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ച് വെക്കാം. നമുക്കൊരു കറക്റ്റ് ഫ്ലവർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ അപ്സര പെൻസിലിൻ്റെ ടോപ്പ് പോർഷനിലുള്ള ആ ഒരു ബ്ലാക്ക് കളറാണ് സെൻറ്ററിൽ കാണുന്നത്. അപ്പോൾ ആ ബ്ലാക്ക് അതിൽ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 3 പെൻസിൽ ഡെക്കറേഷൻ ഐഡിയാസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലേലിസ്റ്റ് ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കുക. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റുകളുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കുക. ഇനി അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.